Woolen spotted guys, woolen spotted. For all chai fans. Yes guys, അങ്ങനെ സമയം 5 മണിയായി. അപ്പോൾ എവിടെയാണെന്നല്ലേ, ഇന്ന് വർക്കൊന്നുമല്ല, ഒരു ട്രിപ്പാണ്. ഇന്ന് ഗവിയിലോട്ടാണ് പോണത്. അപ്പോൾ 5 മണിയായി. അവിടെ ഗവിയിൽ 8 മണി തൊട്ട് 11 മണിക്കകത്ത് കയറിയാൽ ഗവിയിൽ വണ്ടി കയറത്തുള്ളൂ. അതുപോലെ തന്നെ 5 മണിക്ക് മുന്നേ ഗവിയിൽ നിന്ന് ഇറങ്ങുകയും വേണം. അതുകൊണ്ട് നമ്മളിപ്പോൾ 5 മണിക്ക് ഇറങ്ങിയതാകുമ്പോൾ 8 മണിക്ക് നേരത്തെ എത്താം. നേരത്തെ എത്തിക്കഴിഞ്ഞാൽ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത്. അപ്പോൾ 5 മണിയായി. എന്നെ റെഡിയായി, ഫ്രഷായി, എണീറ്റു, സെറ്റായി. ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. ഞങ്ങളിവിടെ നേരെ ആലമ്പുഴ ചെക്ക് പോസ്റ്റ്, അവിടെ നിന്നാണ് ഗവിയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം ബാക്കി. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഒരു 5 ദിവസം മുന്നേ, നമ്മൾ പോണതിന് 5 ദിവസം മുന്നേ വരെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. അപ്പം ഇവിടെ നേരെ ആലമ്പുഴ ചെക്ക് പോസ്റ്റാണ്, പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ബൈക്ക് അടിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇവിടെ മഴയുണ്ട്, അവിടെ മഴ ഉണ്ടെങ്കിൽ കൊള്ളായിരിക്കും, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. വാഗമണിലും പോകാൻ പ്ലാൻ ഉണ്ട്. അവിടെ ഗവിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കണം. അങ്കമൊഴി കയറി വള്ളക്കടവ് എക്സിറ്റ് അടിച്ച് വാഗമണ്ണ് പോകാനാണ് പ്ലാന്. വാഗമണ്ണ് മഴയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഗവി ആണെങ്കിലും മഴയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഒരുപാട് മഴ പെയ്താൽ കയറ്റൂലേ, എന്തെങ്ങനെയാണ് ഒന്നും കറക്റ്റ് അറിയത്തില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. യെസ് ഗൈസ്, അങ്ങനെ നേരം വെളുത്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. റാന്നി റൂട്ടാണ് പോകുന്നത്. MC റാന്നി റോഡ് കയറി അവിടെ നിന്നാണ് ചെക്ക് പോസ്റ്റ് കയറുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ചായ കുടിക്കാൻ നിർത്തണം. അതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട്. നേരം വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി, പക്ഷെ ചായ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ റാന്നി റോഡ് കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറേക്കാലം ആയതേ ഉള്ളൂ. നേരം പരപരാ വെളുത്ത് വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മളൊരു 8 മണിയാകുമ്പം നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തണം എന്നാണ് നമ്മുടെ ടാർഗറ്റ്. 8 മണിക്ക് എത്തുമെന്ന് നോക്കാം. എനിക്ക് ലൈറ്റ് വിശന്ന് തുടങ്ങി. സൂര്യനിങ്ങനെ പരപരാ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ചായ കുടിക്കാൻ ഞങ്ങൾ എത്തിയ കടയാണിത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ കയറിയ കടയുടെ വൈബ് വേണ്ട. ഒരു പഴയ ആംബിയൻസ് ഉള്ള ചിമ്മിനിൽ നിന്ന് പുകയൊക്കെ പോകുന്ന ഒരു വൈബ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു പഴയ ഒരു മൂഡ് കട. അപ്പം ആ ഒരു സൺലൈറ്റിൽ, ആ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനൊരു കട, നല്ല ഫ്രെയിം നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ വണ്ടി എടുത്ത് ഇനി ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 1.5 മണിക്കൂർ, 60 കിലോമീറ്റർ ഉണ്ട്. ഉള്ള റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിൽ ഇപ്പോൾ ട്രെയിൻ പോകാൻ വേണ്ടി കാത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി 1.5 മണിക്കൂറും കൂടെ, 1.5 മണിക്കൂർ ചെക്ക് പോസ്റ്റ് എത്തും. ഇതിന് മുന്നേ ചിലപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തുമ്പോൾ അവിടെ ഞാൻ കാണിച്ചിടാം ബാക്കി. ആക്ച്വലി നമ്മൾ ശബരിമല പോണ റൂട്ടാണ്. അവിടെ നിന്ന് എവിടെ നിന്നോ ഒരു കട്ടിങ് ഉണ്ട്. ഇപ്പം അതുപോലെ ശബരിമല പോകുന്ന റൂട്ടാണ് പോകുന്നത്. അടിപൊളിയാണ്. നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല, കയറുന്നതേ ഉള്ളൂ. ഇനിയും ഉണ്ട് 1/4 മണിക്കൂർ. പക്ഷെ നല്ലതാണ്. അപ്പുറത്ത് ഫുള്ള് മലകളും ഇപ്പുറത്തെ കാടൊക്കെ ആയിട്ട് നല്ല വൈബാണ്. 2 വീലറിൽ വന്നാൽ വൈബാണ്. പക്ഷേ റാന്നി ഗവി ആ സ്ഥലത്ത് 2 വീലർ കയറ്റത്തില്ല. ഫോറസ്റ്റിന്റെ അപ്പുറത്ത് 2 വീലറോ 3 വീലറോ കയറ്റത്തില്ല. കാറും ട്രാവലറും അപ് ടു 33 സീറ്റുള്ള വണ്ടികൾ വരെ മാത്രമേ കയറത്തുള്ളൂ. പോകുന്തോറും കാടിന്റെ ദൈർഘ്യം കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇനിയും ഉണ്ട് 3/4 മണിക്കൂർ. നമ്മളെ ചെക്ക് പോസ്റ്റ് പോലും എത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഈ വൈബാണെങ്കിൽ അവിടെ കേറുമ്പം എന്ത് വൈബായിരിക്കും. അമ്മാതിരി വ്യൂ ആണ്. മഞ്ഞ് കാണുന്നുണ്ട്, അവിടെ പോകുമ്പോ അറിയാം. നല്ല വ്യൂ ആണ്, നല്ല വ്യൂ. നൈസാണ്. ഇവിടെ കാൽതാമസം ഉണ്ട്. നല്ല വ്യൂ ആണ്. ആ റോഡും കൊള്ളാം. ഇതുവരെ വന്നതില്
പറഞ്ഞ വഴിയിൽ റോഡൊന്നും ഒരു പണിയൊന്നുമില്ല. പക്ഷെ റോഡൊക്കെ മോശമായി ചോദിച്ചു. പക്ഷെ ഫോറസ്റ്റ് ആയാലും നല്ല റോഡാണ്. കേരളത്തിൽ റോഡൊക്കെ നല്ല വികസിച്ചു. ഇതിപ്പം പുതിയ റോഡാണ്. റോഡിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. റോഡില്ല, റോഡ് തീർന്ന്. ഇതാണ് കാണിക്കുന്നത്. ഉറപ്പാണ്. ഞാൻ മറ്റേ അടവി ചെക്ക് പോസ്റ്റ്, അടവിയില്ല സ്ഥലത്തിന്റെ പേര് ചെക്ക് പോസ്റ്റ് അടിച്ചപ്പോ ഇതാണ് കാണിക്കുന്നത്. അതല്ല, ഇവിടെ റോഡേ ഇല്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഇപ്പം ഫുള്ള് ചെളി. ഒലിച്ചല്ല, പണി മണ്ണിടിഞ്ഞാണോ അതോ പണി ചെയ്യാത്തയാണോ എന്നൊരു ഇതില്ല. പക്ഷെ റോഡ് മോശമാണ്. യെസ് ഗൈസ്, അറ്റ് ലാസ്റ്റ് ആ വഴി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ നല്ല വഴി കിട്ടി. ഷോർട്ട് കട്ട് കയറി വന്നതാണെന്ന് തോന്നുന്നു. വേറൊരു നല്ല വഴി ഉണ്ടായിരുന്നു ഗൈസ്. വീണ്ടും നല്ല വഴി കിട്ടിയപ്പോ ഈ വഴി കൊള്ളാം. നല്ല വഴി അടിപൊളിയായിട്ട്. ഇവിടെ വേറൊരു നല്ല വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുത്ത് അഴുക്ക വഴി കൂടെ വന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല വഴി. വീണ്ടും വ്യൂസും കുറച്ച് പച്ചപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. അങ്ങനെ പമ്പി കയറ്റി എയർ ചെക്ക് ചെയ്യണം. വാഷ്റൂമിലൊക്കെ പോകണം, ഫ്രഷ് ആവണം. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് 25 മിനിറ്റ് ചെക്ക് പോസ്റ്റിലോട്ട് 25 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഇനി എയർ ചെക്ക് ചെയ്യാൻ പോകുന്നു. എയർ മെഷീനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അടിച്ചിടാനും ആരുമില്ല. ആർക്കും അറിഞ്ഞൂടാന്ന് തോന്നുന്നു. ഇവിടെ ആ മെഷീൻ കണ്ടിട്ട് എന്താ പറയാ, ഒരു ഒന്നും മനസ്സിലാവണ്ട. പുതിയ ടൈപ്പ് മെഷീൻ എന്തൊക്കെയുണ്ട് ആ സാധനത്തിനകത്ത്. അപ്പോൾ അങ്ങനെ ആങ്ങമൂഴി എത്തി. ഇവിടെ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കാരണം എവിടെയെങ്കിലും ഒരു കട ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് 2 മിനിറ്റ് എന്തേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയോ കാണിക്കണം. നമ്മുടെ അടുത്ത ടിക്കറ്റ്, ഓൺലൈനിൽ എടുത്ത ടിക്കറ്റില്ലേ, ആ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് നോക്കണം അവിടെ പോയിട്ട്. ബാക്കി ഞാൻ അവിടെ പോയിട്ട് എന്താ വെച്ചാൽ പറഞ്ഞുതരാം. ഫുഡ് കഴിക്കാൻ കയറാൻ പോവുകയാണ്. ഹോട്ടൽ കാവേരി. അവിടെ ഫുഡ് കഴിക്കാൻ കയറാം. ഇവിടെ കടകളൊക്കെ വളരെ കുറവാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. അകത്ത് കയറി കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടൂല. പിന്നെ ഫോറസ്റ്റിൻ്റെ അവിടെ താഴൊരു കടയുണ്ട്. അവിടെ ഞാൻ വിളിച്ച് ഫുഡ് 2 ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഓർഡർ ചെയ്താലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ 2 ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഊണും മേടിക്കണം. ഇനി ഇവിടെ ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കണം. കാരണം ഈ ഫുഡൊന്നും കിട്ടൂല. പിന്നെ നമുക്ക് ഇവിടെ വരാൻ KSRTC ബസ്സുണ്ട്. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സുണ്ട്. നമുക്ക് രാവിലെ 5:30 പിന്നെ 6:30 എന്താണ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണേലും പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാന്നി പോലെ ബസ് കിട്ടും. അതാകും പിന്നെ പാസ്സൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. ബസ്സിൽ കയറി പോയാൽ മതി. ആ റൂട്ട് ഫുൾ നമുക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ മെനു വരുന്നത്. പത്തനംതിട്ട ഹോട്ടൽ കമ്മിറ്റിയുടെ മെനു എന്തോ ആണ്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിയല്ല, എനിക്ക് ഇന്നെ കണ്ടിട്ടൊരു എന്തോ സാധനം കണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പാർ ഗ്രേവി 1 കപ്പ് 30 ആയിട്ടുണ്ട്. അത് കൊള്ളാം. അത് ആദ്യമായിട്ടാണ് സാധനം കണ്ടത്. നമുക്കുള്ള ഫുഡ് വന്ന് ബീഫ് വന്ന് 2 പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, കുഴപ്പമില്ല. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. ടേസ്റ്റ് നോക്കട്ടെ കേൾക്കുന്നുണ്ടോ. ഉള്ളിക്കറി ചൂര നോക്കണോ? ഒരു മീൻകറി. ബീഫ് വലിയ സുഖമില്ല. വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ഒരു മീൻകറിയും വന്ന് കേരയാണ്, കേരച്ചൂര മീൻകറി. ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. കുഴപ്പമില്ലായിരുന്നു. ബീഫൊന്നും വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാനുള്ളതുണ്ട്. ഇവിടെയൊക്കെ ഇതേ കിട്ടും. ഫുഡ് കഴിച്ചിറങ്ങി ഇനി നേരെ ചെക്ക് പോസ്റ്റിലോട്ട്. ഗൈസ് അങ്ങനെ ഫോറസ്റ്റ് ഓഫീസ് എത്തി. നമുക്കിവിടെ 2 ചടങ്ങുണ്ട്. ഒന്ന് വന്നിട്ട് നമുക്കിവിടെ ഫോറസ്റ്റിന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ പാസ്സില്ലേ, ഓൺലൈനിൽ ബുക്ക് ചെയ്ത പാസ് കാണിച്ചിട്ട് ടെക്കോ ടൂറിസത്തിൻ്റെ സൈറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ വരുന്നതിൻ്റെ 5 ദിവസം മുന്നേ നമുക്ക് ഇത് ഓണാവും. എന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിൽ 5 ദിവസത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇന്ന് തൊട്ടുള്ള 5 ദിവസത്തിലുള്ള ഡേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓണാവും. അപ്പോഴത്തേക്കും
അത് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കും. ടിക്കറ്റായിട്ട് എഴുതി തരും അത്. പിന്നെ രണ്ടാമത്തെ ചടങ്ങ് എന്ന് പറയുമ്പോൾ ഈ കട ഉണ്ട്, വനശ്രീ കഫേ. ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കണം കയ്യിൽ. ഇവിടെ ഒരു ഫോം നമുക്ക് ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് അപ്പം നമുക്ക് പാസ് കിട്ടും. ഫോം ഫില്ലപ്പ് ചെയ്ത പാസ് കിട്ടും. ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെയും എന്തൊക്കെയോ വൈൽഡ് ലൈഫ് എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാനും ഇരിപ്പുണ്ട്. നമുക്ക് ഇതേപോലെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാനും കാര്യങ്ങളായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ടീഷർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. ടീഷർട്ട്സ് എനിക്കൊന്ന് ഇവരുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. മേളിൽ ഫോറസ്റ്റ് ഓഫീസാണിത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ KSRTC ഡിപ്പോയിലായിട്ട് ഇങ്ങനെ ടൂറിസം ബസ്സുണ്ട്. ഗവി ടൂറിസം അങ്ങനെ അവിടെ നിന്നും ബസ്സുകളുണ്ട്. അതാകുമ്പം ഹോം ഡിപ്പോ നമുക്ക് വരാൻ പറ്റും. കണ്ട, ഗവി ജംഗിൾ സഫാരി ഇങ്ങനെ. ഇത് എനിക്കൊന്ന് ഹോം ഡിപ്പോയിൽ നിന്ന് വരുന്നതാണ്. വന്നിട്ട് ഇത് ഹോം ഡിപ്പോയിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ആക്ച്വലി നമ്മൾ ഇതുവഴിയാണ് വരുന്നത് ഇങ്ങോട്ട്. വന്നിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞ കഫേ, ഇവിടെ വനശ്രീ കഫേ. എന്നിട്ട് നമുക്ക് നേരെയല്ല പോകേണ്ടത്, നേരെ പോയാൽ ശബരിമലയിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് തിരിച്ച് പോകണം. ഇനി തിരിച്ച് പോയി ഒരു പാലമുണ്ട്, ഒരു പാലം കയറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളണം എല്ലാവരും. കാരണം നമ്മൾ നേരെ അയക്കുന്നത്, നമ്മളങ്ങനെ വെച്ച് തന്നു നേരെ ഇവിടെ നിന്ന് നേരെ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വന്നത്. പക്ഷേ അല്ല, തിരിച്ച് പോകണം. വണ്ടി ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകണം. യെസ് ഗൈസ്, നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ടിക്കറ്റ് കാണിച്ചതില്ലല്ലോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഈ ടിക്കറ്റും കൊണ്ട് മേളിൽ നമ്മുടെ ID കാർഡുമായിട്ട് നമുക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ബാക്കി എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്കുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് മേളിൽ കയറി പോകണം. മേളിൽ കയറി പോയിട്ട് നമ്മുടെ ID വേണം. ID കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കണം. ഇവിടെ ID കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ID കാർഡ് കൊടുത്ത് പിന്നെ ആ ടിക്കറ്റില്ലേ, ആ ടിക്കറ്റും കൊടുത്ത് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ID കാർഡിലെ പേരും അഡ്രസ്സും ID കാർഡ് നമ്പർ എഴുതി നമ്മൾ എത്ര മണിക്കാണ് കയറുന്നത് നമ്മുടെ ഫോൺ നമ്പർ എഴുതിയിട്ട് ടിക്കറ്റ് നോക്കിയിട്ട് വണ്ടി നമ്പർ എഴുതിയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകേണ്ട വഴി ഇതാണ്. നമ്മൾ വനാന്തരങ്ങളിലൂടെ പച്ചപ്പും മഞ്ഞും ഇളം വെയിലും ഒക്കെ ഏറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവിയിലോട്ട്. ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മൾ മലയുടെ ഉയരത്തിലെത്തുമ്പോൾ ഒരുപാട് മഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് നമ്മൾ വാഗമൺ പോയതുപോലെ നമ്മൾ എത്തുമ്പോൾ വെയിലാണോ എന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ആന ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുണ്ട്. ഇനിയിപ്പോൾ ആനയെ കാണാൻ പറ്റുമോ, ഇനിയിപ്പം എന്താണ് സീനെന്നൊന്നും അറിയില്ല. ഇവിടെ ഒന്നും ആരുമില്ല. നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു ജീപ്പ് സഫാരി വരുന്നുണ്ട്, അവരല്ലാതെ വേറെ ആരും ഇല്ല. ബസ്സൊക്കെ ഈ റൂട്ടാണോ പോകുന്നതെന്നൊന്നും അറിയില്ല. നമ്മൾ കണ്ടില്ല ഇതുവരെ. ഒരു ബസ് പോയായിരുന്നു നമുക്ക് മുന്നേ. മേ ബി അത് നേരത്തെ പോയിട്ടുണ്ടാവും. പക്ഷേ നല്ല രസമുണ്ട്. ഇടയ്ക്കൊക്കെ റേഞ്ചും പിന്നെ ഇല്ല, ഫോണ് ഫുള്ള് കട്ടാണ്. ഇനി നമ്മൾ ഗവിയൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴേ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ഒരു ഇടവേള ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് ഗവി. ഒറ്റ വഴിയാണ്, അങ്ങോട്ട് മാത്രമേ വണ്ടി പോകത്തുള്ളൂ. ഇങ്ങോട്ട് KSRTCയും പിന്നെ അവിടെ KSC ഇവിടെ ഓഫീസ് ഉണ്ടല്ലോ, അങ്ങനെ KSC ഇവിടെ വണ്ടി മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ ഒറ്റ ഓഫീസാണ്. ഈ സൈഡിൽ കൂടെ നമുക്കൊരു അരുവി പോകുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു താഴെ കൂടെ അരുവി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുള്ളും മരങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡും ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതുവരെ അനിമൽസ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോകുന്ന വഴിക്ക് പറ്റുമായിരിക്കും. മുതുക്കുണ്ട്, മുള്ളൊക്കെ ഉണ്ട് സൈഡില്. അടിപൊളിയായിരിക്കും. കൈ അവിടെ പറഞ്ഞിരിക്കും. മറ്റേ ഈ സിനിമകളിലോ ബസ് വന്നു. നമ്മളെ കണ്ടോണ്ട് അവന് മനസ്സിലായ ആള് വരുന്നുണ്ട്. അതുകൊണ്ട് സൈഡിൽ ഹോൺ അടിച്ചു പോകുന്നുണ്ടാ. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അടവി കയറുമ്പോഴും മഴ വരണയാണോ പിന്നെ ഈ മരങ്ങളുള്ളോണ്ട് വെയിൽ അറിയാത്ത? ഇല്ല, വെയില് മാറിയതാണ്. മഴ വന്നിട്ടുണ്ടല്ലേ? മഴ പെയ്തിട്ടുണ്ട് ചെറിയൊരു. ഇപ്പൊ മഴ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഇത്ര ഡെൻസ് ആയിട്ട് നല്ല ക്ലൈമറ്റ് ആട്ടാ. നല്ല മഴ ഉണ്ടെങ്കിൽ നമ്മള് കയറ്റി വിടൂല. ഇതാണ് നല്ല ക്ലൈമറ്റ്. നമുക്ക് എല്ലാം ആസ്വദിക്കാനും നിൽക്കാനും ഒക്കെ പറ്റണ ക്ലൈമറ്റ്. മഴയാണെങ്കിൽ ശോകമായി പോകും. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ശോകമായി പോകും. നല്ല മഴയൊക്കെ ഞാൻ വൈബൊക്കെ പൂക്കളായി. അഴക സിരിച്ച പുയൽ മഴട നമ്മൾ പാടുന്നുണ്ടോ? കോപ്പിറൈറ്റ് അടിക്കില്ല. ഇത് ബ്രിട്ടീഷുകാരെ കാലത്തുള്ള എന്തോ പണിത ഡാമിന് വേണ്ടി എന്തോ പണിത സാധനമാണിത്. ഇത് എന്ത് സാധനം പറഞ്ഞൂടെ? ഇതൊക്കെ ഡാമിന് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ പണിത സാധനങ്ങളാണ്. എന്തൊക്കെയോ മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്
വണ്ടി നിർത്തുന്നില്ല, വണ്ടി ഇങ്ങനെ മൂവിങ് പതുക്കെ മൂവിങ് തന്നെയാണ്. എവിടെയെങ്കിലും സ്പേസ് കിട്ടുമ്പോൾ നിർത്തണം. ഇത് ആക്ച്വലി പവർ പ്ലാന്റ് ആണ് ഗവി. നല്ല കുറെ ലൈൻ കമ്പീസ് ഒക്കെ പോയിട്ടുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് വലിയ കമ്പികൾ എന്തൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അയ്യോ പോയാടാ, അത് ഗവി വരെ നമ്മളോട് ലിഫ്റ്റ് ചോദിച്ചു വന്ന ഒരു പുൽച്ചാടീനെ ആനന്ദ് കൊന്നു ഗൈസ്. ദുഷ്ടൻ മഹാപാപി ഇവനാണ് കാട് കാണാൻ കൊണ്ടുപോണ വൃത്തികെട്ടവൻ. അത് ഗവി വരെ കഷ്ടപ്പെട്ട് ലിഫ്റ്റ് ചോദിച്ചു വന്നോണ്ടിരുന്നതാണ്. അതിന്റെ ഫാമിലിനെയൊക്കെ കാണാൻ പോകുന്നത് പാവം. ഇതൊക്കെ ലൈൻ കമ്പിയെ കണ്ട എല്ലാം ചരിഞ്ഞൊക്കെ നോക്ക്. അത് പിന്നെ ആന പിടിച്ചോടിക്കുന്നതായിരിക്കും. നല്ല കാടാണ്, ഫുൾ ഫോറസ്റ്റ് ആണ്. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ് ഗൈസ്. ഫോറസ്റ്റ് ആണ് ഇത്. ഇത് കാടാണ്, വനമാണ് ഗൈസ്. വനം. നല്ല ഡെൻസ് ഫോറസ്റ്റ്. നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം എവിടെ നമ്മള് പോയത്, നമ്മള് വയനാട്ടിൽ നിന്ന് മൈസൂർ പോയായിരുന്നു. അപ്പം ഒരു ഫോറസ്റ്റ് കയറി, പക്ഷെ അത് റോഡ് വീതി ഉണ്ടായിരുന്നു, ഇത്ര ഡെൻസ് അല്ലായിരുന്നു. മൈസൂർ ഇത് ചെറിയ റോഡ്, ഇത്തിരി നല്ല വീതിയുണ്ട്. ഇങ്ങനെ പുല്ലൊന്നും അടുത്തില്ല, വളരെ ദൂരെയാണ്. നല്ല വലിയ റോഡായിരുന്നു, അടിപൊളി റോഡായിരുന്നു, കിട്ടില്ല റോഡ്. മാനൊക്കെ കാണാറുണ്ട്. മാനാണോ മ്ലാവാണോ? മ്ലാവ്, ആന, കാട്ടുപന്നി, അതൊക്കെ നല്ല ഡെൻസ് ആണ്. ചെറിയ റോഡ്, പിന്നെ രണ്ട് സൈഡും ഒറ്റ വണ്ടിയെ പോവുള്ളൂ. ഹൈ സ്പീഡിലൊന്നും പോകാൻ പറ്റൂല, പതുക്കെ പോകുന്നതാണ് സേഫ്റ്റി. കാരണം KSRTC ഒക്കെ ഓപ്പോസിറ്റ് വരും. അവര് അധികം ഹോണൊന്നും അടിക്കാതെ ശാന്തമായിട്ടേ വരുള്ളൂ. വ്യൂ കണ്ട വ്യൂ, അയ്യോ ഭംഗിയാണ്. ഫ്രണ്ടിൽ ഇതേപോലെ പതുക്കെ പോണേ, ഇതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കാറ് പോകുമ്പോ കാറിലൊക്കെ തട്ടും. ഞാൻ ഫ്യൂച്ചറിൽ ഫാം പോയിട്ടുണ്ട്, ഇതുപോലെ ഫോറസ്റ്റ് വന്നിട്ട് കുറെ ചെടികളൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഇത് ചെയ്യും. അവിടെ വഴിയില്ലേ? ഡാം അവിടെ വഴി പോലെ കിടപ്പുണ്ട്. അത് നമ്മൾ ഇവിടെ നോക്കുമ്പോഴാണ് കേട്ടോ, അവിടെ നിന്ന് അത് വലിയ സ്ഥലമായിരിക്കും. നമ്മൾ ഇവിടെ നോക്കുമ്പോ ചെറിയൊരു വഴി പോലെ കാണുന്നു. അത് വലിയ സ്ഥലമാണ്, എന്താണ് മനസ്സിലാവും. ചെറിയൊരു എന്തായാലും ചെടി നട്ടേക്കുന്നതായിരിക്കും മേ ബി. ചെറിയ മരം വെട്ടിയിട്ട് ഒരു ഡാം നമ്മളെത്തി. നമ്മള് ഒരു ഡാം തോന്നിയിരിക്കുന്നു, ഒരു ഡാം ഞങ്ങളെത്തി. വെള്ളമൊന്നും ഇല്ലടി ഇവിടെ 5-6 ഡാം ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് അതിനെ പറ്റുള്ള ഇതാണ് മൂഴിയാർ ഡാം. ഇതാണ് മൂഴിയാർ ഡാം. ഇവിടെ ഗാലറിയും ഉണ്ട്, ഇവിടെ പവർ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗാലറിയും ഉണ്ട്, ഇലക്ട്രിസിറ്റി പവർ യൂണിറ്റ് ഇവിടെ ഉണ്ട്, കറണ്ട് ഉണ്ടാവും. ഇവിടെ ഉണ്ട് ചെക്ക് പോസ്റ്റ്. നമുക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പാസ് കാണിക്കണം. പാസ് കാണിച്ചു ഇവന്റെ പേരുണ്ടല്ലോ, ഇവന്റെ പേര് പറഞ്ഞത് പോലീസ് എന്നെ ചോദിക്കുന്നത്. 3 പേരുടെ പേര് കൂടെ ചേർത്താണ് പറഞ്ഞത്. സയ്യിദ് ഹുസൈൻ അഫാൻ. ഒരാളുടെ നിന്റെ പേര് പറഞ്ഞു. അയാൾ എന്നെ ആലോചിക്കണം, ഈ പേര് ഞാൻ എങ്ങനെ എഴുതും? അതെന്തോന്ന് പറഞ്ഞാൽ തീരാനുള്ള വിഷയമുള്ളൂ ഇവിടെ. മേലെ പറയരുത്. അപ്പൊ അവര് അപ്പോ നമ്മളത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഇവിടെ പാലത്തിന് നടക്കുന്ന ഫോട്ടോ എടുക്കരുത്, വേണമെങ്കിൽ പാലത്തിന്റെ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ കുറച്ച് എടുക്കാം. പാലത്തിന് നടക്കുന്ന ഫോട്ടോ എടുക്കരുത്, സൈഡ് ഒതുക്കിയിട്ട് അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. വണ്ടി ഇപ്പുറത്ത് പാർക്ക് ചെയ്യണം, പിന്നെ സൈഡിൽ കൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കരുത്, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഒരു നല്ല അരുവിയുണ്ട്. അരുവി കുളമാ, ഡാമിന്റെ വേണ്ടിയിട്ടുള്ള എന്തോ റിസർവ് ഉണ്ട്. അതായത് കൂടെ ഇങ്ങനെ പോകുന്നു. ഇവിടെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ആൾക്കാരൊക്കെ താമസമുണ്ട്. കക്കിടാം, അടുത്ത് 23 കിലോമീറ്ററിലെ കക്കിടാം. KFCയുടെ വണ്ടി ഉണ്ട്. ഇത് ബസ് സ്റ്റാൻഡ് ആണ്. ഇത് ബസ് സ്റ്റാൻഡ്. ഇങ്ങോട്ട് പോകണം, ഗവി അങ്ങോട്ട്. രണ്ട് വഴിയുണ്ട് ഇവിടെ, റൈറ്റും ലെഫ്റ്റും വഴിയുണ്ട്. അപ്പോ അത് പവർ ഹൗസ് റോഡ്, നല്ല റോഡ്. നമ്മൾ ലെഫ്റ്റാ പോകണ്ട, ലെഫ്റ്റ്. അത് മറ്റേ KCBന്റെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. മഴ ഉണ്ടെങ്കിൽ റിസ്ക് അതാണ്. ഇതൊരു രക്ഷയില്ല, നല്ല മൂഡ് സ്ഥലം. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും കാട്ടില് നമുക്ക് വണ്ടിയിലേ വരാൻ പറ്റില്ല. ആരാണ് ഇവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ പണിയുന്നത്? ആരാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഓരോ ആൾക്കാരും പതുക്കെ ഫസ്റ്റ് ഒരാളുണ്ടായി, പിന്നെ അവര് 4 പേരുണ്ടായി, പിന്നെ മാറിപ്പോയി. നാല് സ്ഥലത്ത് പോയി, പിന്നെ അവര് 4 സ്ഥലത്ത് പോയി. അല്ല, ഇവിടെ കാറിലേ ആൾക്കാരെങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ കാട്ടിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു തിരക്കും ഇല്ല. ഇന്നിപ്പോ ഭയങ്കര ട്രാഫിക് ജാമാണ്. ഒരു
ഓട്ടോ പോകുന്നുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ് പോകുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് സ്ലോ ചെയ്ത് പതുക്കെയാണ് പോകുന്നത്. വെറുതെ എന്റെ ബാക്കിൽ കൊണ്ടിട്ട് ചവിട്ടണമെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു കാറുണ്ട്, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണത്. അവിടുന്ന് വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനുള്ള സ്പേസ് ഒന്നും ഇല്ല. ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് ഫുള്ള് മരങ്ങളും ചെടികളും ഒക്കെയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പതുക്കെ സ്ലോ ചെയ്ത് വണ്ടി ഇങ്ങനെ വിട്ടേക്കണതാണ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. വെറുതെ ഓട്ടോന്റെ ബാക്ക് സൈഡ് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കുറേ നോക്കി, പക്ഷെ നമുക്ക് ഓവർടേക്കുള്ള സ്പേസ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊരു ഗ്യാപ്പിട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. നമ്മളിപ്പോൾ സൈഡിൽ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തി, ചിലയിടത്ത് വെയിലും, ആ വെയിലില്ലാത്ത സ്ഥലത്താണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ വെയിലുള്ളിടത്താണ് നല്ല ലൈറ്റ് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നത്. അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. അപ്പം നമ്മൾ മുകളിലോട്ട് ഇതുവരെ ചെറിയ തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ സീനൊന്നും ഇല്ല. ഇത് നമ്മുടെ KCBൻ്റെ മറ്റേ ലൈന് പോകുന്നതാണ്, നമുക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ആ ഇലക്ട്രിക് ഇത് പോകുന്നതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഊളൻ സ്പോട്ടഡ് ഗൈസ്, ഊളൻ സ്പോട്ടഡ്. വെളിയിലിറങ്ങി ഇവിടെ നിന്ന് ഊളം വിളിക്കുകയാണ്. ഇനി ഇവിടെയുള്ള പുലീനെ ആനേനൊക്കെ വിളിച്ചു വരുത്താനാണെന്നാണ് തോന്നുന്നത്. രണ്ടുപേരും കൂടി അതാണ് പ്ലാൻ. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ചാടാനോ എന്തിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല വൈബാണ്, നല്ല രസമുണ്ട്. പക്ഷെ മഞ്ഞ് ഇല്ല, ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ ചൂടും ഇല്ല, നല്ലൊരു ക്ലൈമറ്റാണ്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഒരു ചെറിയ അരുവി കണ്ടിട്ടുണ്ട്. വെള്ളം നല്ല തണുപ്പാണ്, അടിപൊളി വ്യൂ ആണ്. ചെറുതാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. അപ്പോൾ മുകളിൽ നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ചൂടാണ്, പക്ഷെ നല്ല ശാന്ത അടിപൊളി വേണം. അങ്ങനെ ഒരു കാട്ടിൽ അവിടെ വണ്ടി നടുക്ക് നിർത്തിയിട്ട് നമ്മളിങ്ങ് ഇറങ്ങിയേ. ഉയ്യോ, നമ്മൾ മാത്രമേ ഉള്ളൂ. കാടെന്ന് പറയുമ്പോൾ നല്ല കാട്, എന്തൊക്കെ ഉണ്ട് എന്നൊരു പിടുത്തവുമില്ല. നല്ല കാട്, കാട്. ഇവിടെ പക്കയായിട്ട് ഈ കാടിൻ്റെ സൗണ്ടും എല്ലായിട്ട് എന്താ പറയാ, നല്ല കാട്, അടിപൊളി. നല്ല ക്ലൈമറ്റും ഉണ്ട്, കുറച്ച് തണുപ്പും ഉണ്ട്. കയറുന്നപ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കണം എനിക്ക്. കാടിൻ്റെ സൗണ്ട് കൊള്ളാം. വണ്ടി നടുക്ക്, വേറെ വണ്ടികളൊന്നും ബാക്കി വരുന്നില്ല. നോക്കിയപ്പോ നിങ്ങൾക്ക് വഴി വന്നിട്ട് പോയാടേ, വേറെ വണ്ടിയൊന്നും ബാക്കി കണ്ടില്ല. വരുമായിരിക്കും, പക്ഷെ അടിപൊളി. എല്ലാം മൂടുന്നു വണ്ടി. നല്ല ആംബിയൻസ്. അവിടെ കൊക്ക, വലിയ മരങ്ങളും കൊക്കയായിട്ട് മേളില്. ഇവിടെ ഏറ്റവും കൂടുതൽ മുളയാണ്, കുറേ മുളകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മുളകളാണ്. ചത്തില്ലടാ. സ്കൂട്ടർ എന്താ പോവില്ല, അത് ആളധികം വരാത്ത സ്ഥലം കട്ട കടിച്ച് തിന്നോ. ഇതാണ് ഗൈസ് കാട്. കാട് ജീവിക്കാനൊന്നും പറ്റൂല മനുഷ്യന്മാർക്ക്. കാട്ടിൽ ജീവിക്കണമെങ്കിൽ അട്ടടിച്ച് കൊല്ലും മനുഷ്യന്മാരെ. നാട്ടിലും കൊണ്ട് വണ്ടി ഈ കാട്ടിൽ ജീവിക്കണമെങ്കിൽ അതുപോലെ ഈ കരിയിൽ കിടക്കുന്നിടത്ത് ഇഷ്ടം പോലെ കാണും, വെള്ളം നനവുള്ളിടത്ത് ഇഷ്ടം പോലെ കാണും. മനസ്സിലായോ? ഇനി ഇവിടെ ഒന്നും നിർത്തില്ല. ഒന്ന് കാട് ആസ്വദിക്കാൻ നമ്മള് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മള് ആസ്വദിച്ചില്ലേ ആ വൈബ്? എനിക്ക് നല്ല ഡൗട്ടുണ്ട്, നീ വല്ല പ്രാഗിയതാണ്. നീ അമ്മ സത്യം കിട്ടും. സത്യയുടെ അപ്പുറത്ത് അടുത്തേക്ക് കാലില്ല, 2 പേരുടെ കാലില്ല. ഞാൻ പറഞ്ഞില്ല അട്ട ഉണ്ടെന്ന്. എനിക്കത് എന്നെ കടിക്കുന്നുള്ളു, എന്നെ കടിച്ചാൽ അത് ചാവുന്നുള്ളത്, സ്പോട്ടിൽ ചാവുന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നെ കടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് വൃത്തിയുടെ ജീവി എനിക്ക് ഇഷ്ടമല്ല, കാണുന്നത് ഇഷ്ടമല്ല. എനിക്കറിയാം. അങ്ങനെ കക്കി ഡാം എത്തിയിരിക്കുകയാണ്. കക്കി ഡാം ഇത് മാൻമെയ്ഡായിട്ട് എന്തോ ഒരു ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പാസ് കൊടുക്കണം. പാസ് കൊടുത്തിട്ട് വേണം ഒരു വണ്ടി നിർത്താൻ. ഗൈസ്, അങ്ങനെ ഒരു അടിപൊളി കൊക്ക സ്ഥലം കണ്ടിട്ടുണ്ട്. കൊക്ക സ്ഥലം. ഇത് എക്കോ പോയിന്റ് എന്നാണ് അഫാൻ പറയുന്നത്. അഫാൻ ഹലോ രണ്ട് കൊണ്ട മൂന്നിലേക്കോ
ഗൈസ് ഇതാണ് സ്പോട്ട്. ഇത് പഴയ ഫുള്ള് ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി കിടന്നൊരു പാറമടയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്തോ ഇറങ്ങാൻ വേണ്ടി പടവ് പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വെള്ളമില്ല. മേ ബി ഇത് മുന്നേ പാറയൊക്കെ വിട്ടിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിടുന്ന സ്ഥലമായിരിക്കും. പക്ഷെ ഇവിടെ നല്ല എക്കോ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ വണ്ടി ഒതുക്കാനും സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയാണ്. ഇവിടെ അട്ടയില്ലാന്ന് തോന്നുന്നു. ഇച്ചിരി ഡ്രൈ സ്പേസ് ആണ്, അപ്പം അട്ടയില്ല. ബട്ട് നൈസ് ആണ്. നമ്മളങ്ങനെ അടുത്ത ഡാമിലോട്ട്. ഇതാണ് ഡാമിൻ്റെ അതർ സൈഡ്. ഷട്ടറാണെന്ന് തോന്നുന്നു. നമുക്ക് അധികം വ്യൂ ഇല്ല. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന മലയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ KSEBിൻ്റെ ആലത്തോട് ഫ്ലാങ്കിങ് ഡാം പ്രോജക്റ്റാണ്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലായിടത്തും നമുക്ക് ചെക്കിംഗ് ഉണ്ട്. എല്ലാ ഡാമിൻ്റെ സ്ഥലത്തും നമുക്ക് ചെക്കിംഗ് ഉണ്ട്. എല്ലാം അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഡാം ക്രോസ് ചെയ്ത് വരുന്നത് നമുക്ക് ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ് ID കാർഡ് കാണിക്കണം, നമ്മുടെ പാസിങ് കാണിക്കാതെ ഒരു ഡാമും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഡാം ക്രോസ് ചെയ്താലേ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. വണ്ടി ഇവിടെ നിർത്താനും നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള 2-3 മാമ്മമാർ പറഞ്ഞായിരുന്നു അവിടെ ആനയുണ്ട്, നമ്മളിത് കണ്ടില്ല, മിസ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മിസ് ചെയ്ത ആനേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ എവിടെയാണ് ആനയെന്ന് അറിയില്ല. നമ്മൾ നോക്കണയാണ്. നമ്മൾ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് നമ്മൾ വന്ന വഴി ശ്രദ്ധിച്ചില്ല ആക്ച്വലി. പക്ഷെ ആന ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. കുറേ ദൂരം വന്ന് നമ്മൾ ആനയെ കണ്ടില്ല. നമ്മൾ ജസ്റ്റ് തിരിഞ്ഞ് നമ്മൾ ആനയും ഒന്നും കണ്ടില്ല. നമ്മൾ നിരാശരായി പോവുകയാണ്. നിരാശരായി. ഡ്രൈവർ മാറി. നമ്മുടെ പഴയ ഡ്രൈവർ ഉറക്കത്തിലാണ്. ഇന്നലെ രാത്രി മുഴുവനും അയ്യപ്പനും കോച്ചിയും സിനിമ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ ഉറക്കത്തിലാണ്. നമ്മളിതുവരെ വേറെ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നമ്മൾ സാധാരണ വയനാടൊക്കെ കയറി പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ മ്ലാവ്, കാട്ടുപോത്ത്, കാട്ടുപന്നി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ആന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടും ഒന്നും കാണാൻ പറ്റില്ല. ഗവിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 85 രൂപ കൊടുക്കണം. കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പാസ്സൊക്കെ കൊടുത്ത് എഴുതിയിട്ട് വേണം അടുത്ത് തിരിച്ചകത്ത് കയറാൻ വേണ്ടി. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് ഇനി അകത്തോട്ട് പോകണം. ഇനിയും ഉണ്ട് ഒരു 10-15 കിലോമീറ്റർ. ഇനി അകത്തോട്ട് പോകണം. ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ആകെ ഒരു സാധനം കണ്ടത് ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മയിലുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ബാക്കിൽ നിൽക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് ആകെ നമ്മൾ കണ്ടത്. അവിടെ ഒരു നമ്മൾ പമ്പ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നമ്മുടെ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതാണ് പമ്പ. എല്ലാം നമ്മുടെ KSEBിൻ്റെ സെറ്റപ്പാണ്. നമ്മൾ വരുന്നത് ഡാമെല്ലാം കാണുന്നതെല്ലാം അങ്ങനെയാണ്. ചെറിയ ചെറിയ കുഞ്ഞു ഡാമുകളാണ്. വെള്ളം കുറവാണ്. അത് ക്രോസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ടൈം ഇവിടെയാണ് നമ്മൾ കുറച്ച് ആൾതാമസമുള്ള ഏരിയ കാണുന്നത്. ആളുകൾ അധികം പുറത്തോട്ടൊന്നും ഇല്ല. പക്ഷെ വീട്ടിനകത്തുണ്ടോ എന്ന് അറിയാൻ പാടില്ല. കുറച്ച് വീടുകളൊക്കെ ആണ് ഗൈസ്. ഗവി ഡാം നല്ല മഞ്ഞില്ല, പക്ഷെ നല്ല ക്ലൈമറ്റ് ഉണ്ട്. സ്കൈയൊക്കെ നല്ല ബ്ലൂ ആയിട്ടുണ്ട്. അങ്ങനെ ഗവി ഡാം നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. വ്യൂ ആണെങ്കിൽ ആ സ്കിഡിലും വ്യൂസ് ഒരു രക്ഷയില്ല. ആകാശമൊക്കെ നല്ല അടിപൊളി കളറിലാണ് കിടക്കുന്നത്. ഭയങ്കര ബ്ലൂ. ഞങ്ങൾ ആദ്യം അവിടെ നിന്നപ്പോൾ ബ്ലൂ എന്താന്നുള്ള സംശയത്തിൽ കിടക്കണമായിരുന്നു. കിടിലം വ്യൂ. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് വീണ്ടും പാസ് കാണിക്കണം. അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വഴിയിൽ വണ്ടി നിർത്തി. ചെറിയൊരു മഴ വരുന്നുണ്ട്. മഴ പെയ്യുന്നില്ല. നമ്മൾ 2 പൊതിച്ചോറ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗവി കയറുന്ന സമയത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഫുഡ് നമ്മൾ ഇനി ഇപ്പോൾ മണി 1:30 അപ്പോൾ ഇനിയെങ്കിലും കഴിച്ചില്ലെങ്കിൽ നമ്മൾ വാഗമൺ എത്തുമ്പോൾ 3 മണിയാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് തൽക്കാലം കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പൊതിച്ചോറാണ്. അതിൽ പൊരിച്ച മീനുണ്ട്, കറി വെച്ച മീനുണ്ട്, ചോറുണ്ട്. കറിമീനില്ലേ? അതിപ്പോൾ ഇതെന്തോന്ന് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ പൊതിച്ചോറാണ്. അവർ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന്. മഴ പെയ്താൽ നമ്മൾ കഞ്ഞിയായിട്ട് കുടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചോറായിട്ട് കഴിക്കും. നമ്മൾ വാഗമണിലുള്ള റൂമിലെത്തി. റൂം കാണിച്ചു തരാം. നല്ല റൂമാണ്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം 3 പേർക്ക് ഇത് തന്നെ കൂടുതലാണ്. ഇത് നമ്മുടെ ഒരു സ്പേസ്. അതിനകത്ത്
വലിയൊരു അനദർ സ്പേസ്. പിന്നെ ആസ് യൂഷ്വൽ ഇതിനകത്തൊരു ബാത്റൂം. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പുറത്തെ സംഭവമാണ് അടിപൊളി. ഇവിടുന്ന് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. മഴയും ഉണ്ട് മഞ്ഞും ഉണ്ട്. പൊളി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, എന്താണ് ഇതിൻ്റെ പേര്, ഇടിയിറച്ചി. യെസ്, ഇടിയിറച്ചി കഴിക്കാൻ വേണ്ടി വാഗമണിലുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് അപ്പവും ഇടിയിറച്ചിയും ഇനി ചിക്കൻ റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗൈസ്, വാഗമണ്ണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടിയിറച്ചി കിട്ടും, പിന്നെ നല്ല ചൂടപ്പം കിട്ടും. ഞങ്ങൾ അതാണ് കഴിച്ചത്. നല്ല സൂപ്പറായിരുന്നു. റേറ്റും അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല. ഫുഡ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. ഇനി നൈസായിട്ട് അടിക്കുക, കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് വന്നതും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ക്ഷീണമുണ്ട്. പിന്നെ നാളെ രാവിലെ ഇവിടുന്ന് ചക്കോട്ട് തിരിച്ച് കൊച്ചിക്ക് പോകണം. അവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇനി വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. പിന്നെ മെയിൻ തിങ്, എൻ്റെ ഐഫോണിൽ സ്പേസ് ഇല്ല. അതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ളൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ഫോണിനകത്താണ് റെക്കോർഡ് ചെയ്തത്. സോ അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു ഗൈസ്, ബൈ.